കർമ്മസമിതി വിളിച്ച യോഗത്തിൽ എംപിയും എംഎൽഎയും എത്തിയില്ല. ബിജെപി തന്നെ ശരണം. ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ. കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങൾ കാലങ്ങളായി ഉപയോഗിക്കുന്ന സഞ്ചാരപാത സംരക്ഷിക്കുന്നതിനായി നടത്തേണ്ട സമരമാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് NSS ഹാളിൽ യോഗം ചേർന്നത്. യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും പങ്കെടുത്തെങ്കിലും എംപിയുടെയും MLAയുടെയും അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. സംസാരിച്ച പലരും ഇവരുടെ അസാന്നിധ്യത്തെപ്പറ്റി പ്രതിപാദിക്കുകയും ചെയ്തു. BJPയുടെ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ LVUP എങ്കിലും ലഭിക്കുകയുള്ളൂവെന്ന് പൊതുവെയുണ്ടായ വികാരം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ കണ്ട് നിവേദനം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കർമ്മസമിതി. 3-ാം തീയതി കൊടുങ്ങല്ലൂരിൽ വരുന്ന കേന്ദ്രമന്ത്രിയെ നേരിട്ട് കാണും. നഗരസഭയിലെ 4 വാർഡുകളിലെയും എറിയാട് പഞ്ചായത്തിലെ 2 വാർഡുകളിലെയും ജനങ്ങളുടെ നഗരത്തിലെത്താനുള്ള ഏക ആശ്രയമാണ് CI ഓഫീസ് ജംഗ്ഷൻ. എലിവേറ്റഡ് ഹൈവേ വേണമെന്നാവശ്യപ്പെട്ടാണ് 10 വർഷം മുൻപ് കർമ്മസമിതി സമരമുഖത്തെത്തുന്നത്. പല വാഗ്ദാനങ്ങളെ തുടർന്ന് സമരം പിൻവലിക്കുകയും ചെയ്തു. എലിവേറ്റഡ് ഹൈവേ തന്നില്ലെന്ന് മാത്രമല്ല, നിലവിലെ വഴി അടച്ചുകെട്ടുമെന്നായപ്പോൾ കർമ്മസമിതി 2ാം ഘട്ട സമരം ആരംഭിച്ചു. 300-ലധികം ദിവസമായി വഴിവെക്കിൽ പന്തൽ കെട്ടി സമരരംഗത്താണ് കർമ്മസമിതി. കയ്പമംഗലം മണ്ഡലത്തിലെ 3 പീടികയിൽ 1 കിലോമീറ്ററിനുള്ളിൽ 3 പാലങ്ങൾ അനുവദിച്ചിട്ടും 2 നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ ഏക ആശ്രയമായ CI ഓഫീസ് ജംഗ്ഷനിൽ മേൽപ്പാലം അനുവദിച്ചില്ല എന്നത് ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. 100 മീറ്റർ സഞ്ചരിച്ചാൽ പട്ടണത്തിൽ എത്തിയിരുന്ന ജനങ്ങൾക്ക് ഹൈവേ നിർമ്മാണം കഴിഞ്ഞാൽ 2.5 കിലോമീറ്റർ ചുറ്റി വേണം നഗരത്തിലെത്താൻ. വ്യാഴാഴ്ച വൈകിട്ട് നടന്ന കർമ്മസമിതിയുടെ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, CCV വിജേന്ദ്രൻ, RM പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. MPയെയും ഒക്കെ കാണുന്ന സാഹചര്യമുണ്ടായി. എന്ത് ചെയ്തിട്ടും നമ്മളുടെ ഈ പാത തുറന്നു തരുവാനോ നൽകുവാനോ ഒന്നും അധികാരികൾ സമ്മതിച്ചിട്ടില്ല. ഒരു മുനിസിപ്പാലിറ്റിയുടെയോ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയോ ശ്രമഫലമായി ഇങ്ങനെയുള്ള അടിപ്പാതകളായാലും നേടിയെടുക്കാൻ സാധിക്കില്ല എന്നത് എന്നെപ്പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തികച്ചും ന്യായമാണ് ഈ പ്രദേശത്തുള്ളവരുടെ ആവശ്യം. നിങ്ങൾക്ക് മാത്രമല്ല, ഇവിടേക്ക് ഉള്ളവർക്ക് കൊടുങ്ങല്ലൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, വിവിധ സ്ഥാപനങ്ങളിലേക്ക് പോകുവാനുള്ള വഴി ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അരികത്തേക്ക് വരുവാനും ഞങ്ങൾക്കും ഈ പാത ആവശ്യമാണ്. ആയതിനാൽ നിങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും ചേർന്ന് ഏത് സമരമാണോ സ്വീകരിക്കുന്നത്, ആ സമരത്തിൽ എന്റേതായ കൊടുങ്ങല്ലൂർ നഗരസഭയുടേതായ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്ന് നിസംശയം പറയുകയാണ്. എല്ലാ ഐക്യദാർഢ്യവും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, സ്റ്റവ്, ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ. കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ. തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവൽക്കടവ്, കൊടുങ്ങല്ലൂർ.